ഒരു പരാതി ഇടയ്ക്കുണ്ടായത് കൊച്ചിയിലെ ഒരു സ്ഥാനാർത്ഥിയുടെ അമ്മയുടെ വോട്ട് കള്ളവോട്ട് ചെയ്തതായ ഒരു പരാതി വന്നു. BJP സ്ഥാനാർത്ഥി പ്രദീപ് കുമാറിന്റെ അമ്മ മണി രാധാകൃഷ്ണന്റെ വോട്ട് കള്ളവോട്ട് ചെയ്തതായിട്ടാണ് പരാതി വന്നത്. മണി ബൂത്തിലെത്തിയപ്പോൾ വോട്ട് മറ്റാരോ ചെയ്തു പോയിരുന്നു. മരട് നഗരസഭ 20ാം ഡിവിഷനിലാണ് സംഭവം. പിന്നീട് ടെൻഡർ വോട്ട് രേഖപ്പെടുത്തുകയും ചെയ്തു എന്ന വിവരം നമുക്ക് വരുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ ഒരു പ്രതികരണമുണ്ടായി. തികഞ്ഞ ആത്മവിശ്വാസത്തോടു കൂടിയാണ് LDF തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്തേക്ക് ഇറങ്ങിയത്. തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ LDF കൂടുതൽ കരുത്തോടെ മുന്നോട്ട് വരും എന്നും മുഖ്യമന്ത്രിയുടെ പ്രതികരണം. പലയിടങ്ങളിൽ ചില ബൂത്തുകളിലെങ്കിലുമൊക്കെ തെരഞ്ഞെടുപ്പ് വോട്ടിംഗ് മെഷീൻ കംപ്ലൈന്റ് ആണ്, അതുകൊണ്ട് താൽക്കാലികമായി വോട്ടെടുപ്പ് നിർത്തിവെച്ചിരിക്കുകയാണ് എന്ന വാർത്തകൾ വരുന്നുണ്ട്. തിരുവനന്തപുരത്ത് അങ്ങനെ ഒരു വാർത്ത നേരത്തെ അമൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. വർക്കല ചെമ്മരുതി പഞ്ചായത്തിലെ 2 ബൂത്തുകളിൽ യന്ത്രത്തകരാറുണ്ട്. വോട്ടെടുപ്പ് നിർത്തിവെച്ചിരിക്കുകയാണ്. കുറച്ചുകൂടി അപ്ഡേറ്റഡ് ആയ വിവരങ്ങൾ 11 മണി വരെയുള്ള വോട്ടിംഗിന്റെ വിവരങ്ങൾ വരുന്നുണ്ട്. അതനുസരിച്ച് തിരുവനന്തപുരത്ത് 23%, കൊല്ലത്ത് 26%, പത്തനംതിട്ടയിൽ 25%, ആലപ്പുഴയിൽ 27%, കോട്ടയത്ത് 26%, ഇടുക്കിയിൽ 24% മെച്ചപ്പെട്ടിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ വലിയ തോതിൽ പിന്നോട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അത്രമേൽ മോശമല്ല. എന്നിരുന്നാലും മറ്റ് ഇടങ്ങളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഇടുക്കിയിൽ പോളിംഗ് ശതമാനം മന്ദഗതിയിലായിരുന്നു. വെയിലൊക്കെ വന്നതോടുകൂടി കൂടുതൽ ആളുകൾ ബൂത്തുകളിലേക്ക് എത്തുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. 24% കടന്നിരിക്കുന്നു. എറണാകുളത്ത് 27%. എറണാകുളത്തും ആലപ്പുഴയിലുമാണ് മികച്ച പോളിംഗ് ശതമാനം രേഖപ്പെടുത്തുന്നത്. 11 മണി വരെയുള്ള ഔദ്യോഗിക കണക്ക് പ്രകാരം ആലപ്പുഴയിലാണ് ഈ 7 ജില്ലകളിൽ ഏറ്റവും അധികം പോളിംഗ് രേഖപ്പെടുത്തുന്നത്.